രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവിധ തലങ്ങളിൽ പല തെളിവ് ശേഖരണത്തിനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം ഇപ്പോൾ നടക്കുന്നത്. പരാതിക്കാരുടെ മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മൊഴി നൽകാൻ 3 പരാതിക്കാരോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്താനാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഗർഭഛിദ്രം നടത്തിയ 2 യുവതികളുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും സജീവമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആനിനെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം. പരാതിക്കാരോട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്ന് എത്താനാണ് നിർദ്ദേശം. വളരെ പ്രധാനമാണ്. കാരണം ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി ഈ പരാതിക്കാർ മൊഴി നൽകിയാൽ അത് ഈ കേസിൽ രാഹുലിന് വലിയ കുരുക്കായി മാറും, സംശയമില്ല. നിരവധി പെൺകുട്ടികളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. 2 പെൺകുട്ടികൾക്ക് ഗർഭഛിദ്രം നടത്തി എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. ഇവരൊക്കെ മൊഴി നൽകാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം, നേരത്തെ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും വിവിധ പരാതികൾ സ്വീകരിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ പരാതിക്കാർ പലരും അതിൽ ഉറച്ചു നിന്നില്ല. അതോടുകൂടിയ കമ്മീഷന്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലാകുന്ന പശ്ചാത്തലമൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ തരത്തിലാണോ കാര്യങ്ങൾ എന്നത് കാത്തിരുന്ന് കാണണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ ഈ പെൺകുട്ടികൾ തയ്യാറായാൽ യാതൊരു സംശയവുമില്ല, വലിയ കുരുക്കിലേക്ക് രാഹുൽ പോകും എന്ന കാര്യത്തിൽ. ഗർഭഛിദ്രം നടത്തിയ യുവതികളുടെ അടക്കം മൊഴിയെടുക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരാതിക്കാരോട് ഇന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്താനുള്ള നിർദ്ദേശം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അവരെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. അവരെത്തിയാൽ, അവർ മൊഴി നൽകിയാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഈ അന്വേഷണത്തിന്റെ രീതി അത് ഈ പരാതിക്കാരോട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തുക, പരാതിയിൽ മൊഴി നൽകുക എന്നുള്ളതാണ്. അതിന് എത്ര പേർ തയ്യാറാകുമെന്നുള്ളതല്ലേ ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്? രഞ്ജിത്ത്, എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയ 2 പേരും ഇന്നും മൊഴി നൽകാൻ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 3 പേരും ഇരകളായിട്ടുള്ളവരല്ല. അതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇവരെല്ലാവരും മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർമാർക്കുമൊക്കെ പരാതി കൈമാറിയ ആളുകളാണ്. അവരോടൊരു ഔപചാരികതയുടെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി ആ മൊഴിയിൽ പരാമർശിക്കുന്ന ഇരകളിലേക്ക് എത്തുന്നതിനുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് മാധ്യമങ്ങളിലൂടെ പരസ്യമായി വെളിപ്പെടുത്തൽ നടത്തിയ 3 പേരിൽ 2 പേരെ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരാൾ ഈ കേസുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, കോടതി കയറിയിറങ്ങാൻ താല്പര്യമില്ല, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചതായാണ് വിവരം. മറ്റ് 2 പേരുടെ മൊഴി അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അവരുടെ സമയം ചോദിച്ചിട്ടുണ്ട്. അത് അന്വേഷണ സംഘത്തെ അവർ ആ കാര്യം വൈകാതെ തന്നെ അറിയിക്കും. എപ്പോഴാണ് സാവകാശം എന്ന കാര്യം അറിയിക്കുമെന്ന സൂചനകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതിനു പുറമെയാണ് ഏറ്റവും ഗൗരവമേറിയ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഈ ഗർഭചിത്രം നടത്തിയത് 2 യുവതികളാണ് എന്ന കണ്ടെത്തലിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വിപുലീകരിക്കുന്ന ഒരു തരത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. ഇതിൽ ഈ 2 പേർ ഇതുവരെ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അവരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ എവിടെയാണ് ഗർഭചിത്രം നടത്തിയത് കേരളത്തിന് പുറത്ത് ഇതിൽ ഒരാൾ എന്ന കാര്യത്തിലടക്കം
കൃത്യമായൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകും, തുടർന്നാകും. ഒരു തവണ കൂടി ഇവരുടെ മൊഴി നൽകാൻ ഇവർ തയ്യാറാകുമോ എന്നറിയാൻ അന്വേഷണ സംഘം നേരിട്ട് ഇവരെ സമീപിക്കും. അതിന് തയ്യാറാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ BNS സെക്ഷൻ 88 അനുസരിച്ച് ഈ കേസിൽ ഈ സംഭവത്തിൽ നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കാനാണ് സാധ്യത എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അതിന്റെ നിയമസാധുതയാണ്. കാരണം കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവില്ലാതെ, മൊഴിയില്ലാതെ, നേരത്തെ പറഞ്ഞ ഇരകളുടെ മൊഴിയില്ലാതെ ശക്തമായ രീതിയിൽ രാഹുലിനെതിരെ എങ്ങനെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. കാരണം ഈ മാധ്യമ വാർത്തകളിൽ പരാതിപ്പെട്ടവരുടെ മൊഴിക്ക് യാതൊരു സാങ്കത്യം ഉണ്ടാകില്ല. അതിന് എത്രത്തോളം ഈ പറഞ്ഞ പോലെ നിയമപരമായി വിലയുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം. ഒപ്പം ഈ പെൺകുട്ടികൾ, ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ മൊഴിയാണ് പ്രധാനം. അവർ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ മൊഴി നൽകുകയോ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ മൊഴി നൽകുകയോ മറ്റോ ചെയ്താൽ മാത്രമാണ് ഈ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആവുക. ആ നീക്കം നടന്നില്ലെങ്കിൽ ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായ സംഘത്തിന്. ഡാൻ, അതായത് ഈ അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഈ കേസിൽ ഇരകളാക്കപ്പെട്ടവർ അല്ലെങ്കിൽ മാധ്യമ വാർത്തകളിലൂടെ പുറത്തു വന്ന ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുന്നവർ നിലവിൽ നേരിടുന്നത് രണ്ട് പ്രതിസന്ധികളാണ്. അതിലൊന്ന്, വ്യക്തിപരമായി അവരെ വലിയ തരത്തിൽ കടന്നാക്രമിക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തേജോവധം ചെയ്യാനുള്ള നീക്കം, സൈബർ അറ്റാക്കുകൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്ന എല്ലാ യുവതികളും. അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെ നേരിട്ട് സ്വാധീനിക്കാനുള്ള ചില ശ്രമങ്ങൾ, സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ മറുവശത്ത് നടക്കുന്നുമുണ്ട്. അങ്ങനെ ഈ രണ്ട് സമ്മർദ്ദങ്ങൾക്ക് ഇടയിലാണ് ഈ മൊഴി നൽകാനായി തയ്യാറാകേണ്ട യുവതികളെല്ലാവരും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മറ്റ് സാധ്യതകൾ കൂടി ക്രൈംബ്രാഞ്ച് തേടുന്നത്. അവർ കാത്തിരിക്കുകയാണ്. ഇതിലൊരു കൃത്യമായ ഒരു ബേസ് ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അന്വേഷണം തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ കേസിനൊരു ബേസ് ഉണ്ടാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം ഈ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരെന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ പോലീസിന്റെ സഹായത്തോടെ അവർ നടത്തുന്നുണ്ട്. കാരണം ഈ ഇരകളെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സൈബർ ആക്രമണം എന്ന കാര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം അടക്കം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.